उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। Episode 3 Ginthi Numbers. വെൽക്കം ബാക്ക് ടു അവർ ഉറുദു USS ക്ലാസ്. ഒരിക്കൽ കൂടി ഉറുദുവിൻ്റെ USS ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേൾക്കുമ്പോൾ അത്ര പ്രധാനം തോന്നില്ലെങ്കിലും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാനീ പറയുന്ന മേഖലയിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. USS പരീക്ഷയ്ക്ക് ആകെയുള്ള 15 ചോദ്യങ്ങളിൽ 3 ചോദ്യവും ഈ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഗിൻതി, നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. നമ്പറുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു പാട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. 1 2 3 4 5 6 7. വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട എണ്ണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന നല്ല ഒരു പാട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ 5ാം ക്ലാസ് മുതൽ നമ്മൾ ഒരുപാട് നമ്പേഴ്സുകൾ നമ്മൾ പഠിക്കുന്നു, നമ്പറുകൾ നമ്മൾ എഴുതുന്നു അല്ലേ. ഉറുദുവിൽ എഴുതുന്നതും നമ്മൾ അക്കത്തിൽ എഴുതുന്നതും വ്യത്യാസമുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ഓരോ നമ്പേഴ്സുകൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1 മുതൽ 30 വരെയുള്ള നമ്പറുകൾ നമുക്ക് പരിചയം ഉണ്ടായിരിക്കണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലുള്ള ഓരോ ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ USSന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 മുതൽ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പഹല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. റെയിൻബോയുടെ ഓർഡർ പഠിച്ചപ്പോൾ പഹല, ദൂസര, തീസ്ര. ഇതും ഒരു തരത്തിൽ ഗിൻതിയാണ് അല്ലേ. ഗിൻതിയുമായി ബന്ധപ്പെട്ടതാണ്. 1ാമത്തെ 2ാമത്തെ എന്നത്. പഹല 1ാമത്തെ 1 1 2 3 4 5 6 7 8 9 10. हमारे हाथ में 10 उंगलियां है. 2 हाथ है. हाथ में 1 2 3 4 5 6 7 8 9 10 उंगलियां है ना. മനസ്സിലായില്ലേ? 10 വിരലുകളാണ് ഉള്ളതല്ലേ. 1 മുതൽ 10 വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉഷാറായിട്ട് അറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി 11 11 11 12 13 14 15 16 17 18 19 20. ശരിയായോ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. 11 12 13 14 15 16 17 18 19 20. ഓക്കെ. അപ്പോൾ 1 മുതൽ 20 വരെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. 1 മുതൽ 30 വരെയുള്ള സംഖ്യകൾ എളുപ്പത്തിൽ പഠിക്കാൻ, പെട്ടെന്ന് കിട്ടാൻ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. വളരെ രസകരമായ രീതിയിൽ 1 മുതൽ 30 വരെയുള്ള എണ്ണങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നമ്പറാണ് 25. 25ന് ഉറുദുവിലെ 25 എന്നാണ് പറയുക. 25ന് ഉറുദുവിൽ എന്താ പറയുക? 25. 20 20. 5 + 20. 5 5 + 20 25. 25 25.
25 കൂടിയാൽ എത്രയാവും? 50. 25 25 50 50. അപ്പോൾ 50 അപ്പോൾ 1 കിലോ USSന് വരുന്ന രീതി ഇങ്ങനെയാണ്. 1 കിലോ അരിക്ക് 25 रुपये है. 1 किलो चावल के 25 रुपये है. 2 किलो के लिए कितने रुपये होंगे? 1 കിലോ 25 ആണെങ്കിൽ 2 കിലോ അരിക്ക് എത്ര രൂപയാകും എന്നതാണ് ചോദ്യം. ഉത്തരം എന്തായിരിക്കും? 50 എന്നായിരിക്കും. ചിലപ്പോൾ അത് നേരെ ഉൾട്ട എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു ചോദിക്കും. 2 കിലോ ചാവൽ के लिए 50 रुपये. 2 കിലോ അരിക്ക് 50 രൂപയാണ്. 1 കിലോ के लिए कितने रुपये होंगे എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ 50 रुपये से 25 रुपये कम करे तो 25 रुपये कम करे तो कम करना കുറക്കുകയാണെങ്കിൽ കിത്തിനെ രൂപയെ മിലേങ്കെ കിത്തിനെ ഹോങ്കെ എത്രയായിരിക്കും? അവിടെ ഉത്തരം 25 എന്ന് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? 50 50 25 25 പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ ജി. ഇനി നമുക്ക് വേറൊരു തരത്തിൽ എണ്ണി നോക്കിയാലോ? നോക്കാം. ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഒന്നുമില്ലാത്തതിനെന്താ പറയുക? അതിനൊരു സംഖ്യ ഉണ്ടല്ലോ, എന്താണ്? ജി, 0. ഉറുദു മേ സിഫർ कहते हैं. उर्दू में सिफर कहते हैं. सिफर 0 और 10 നേരത്തെ പറഞ്ഞു 10. 20 എത്രയായിരിക്കും? 20. 30 30 30 30. 40 40 40. നേരത്തെ പറഞ്ഞില്ലേ? 50ൻ്റെ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ്? 50 50 50. 60ന് 60 60ന് 60. 70 70. 7ന് 7 70ന് 70. 80 80 80ന് 80. 90ന് 90 90 90. 100ന് എന്താ പറയുക? 100ന് 100. 100ന് 100. 100 എന്ന് പറഞ്ഞാൽ 100 കേട്ടോ. 100 100. ആദ്യം മുതൽ തുടങ്ങാം. 0 10 20 30 40 50 60 70 80 90 ജി ഹാ 100. 100. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സംഖ്യകൾ പറയുമ്പോൾ 100 200 300 400 നമുക്ക് അക്കം അറിയാമെങ്കിൽ അതേ രൂപത്തിൽ തന്നെ അതിലേക്ക് 100 കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ ജി? ഇനി 100 ഒരുപാട് കൂടിയാൽ എന്താവും? ഒരുപാട് കൂടിയാൽ ഹസാറോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹസാറോ ആയിരക്കണക്കിന് ആളുകൾ എന്ന് നമ്മൾ ഹസാറോ പറഞ്ഞിട്ടുണ്ട്. ഹസാർ എന്ന് പറഞ്ഞാൽ 1000. ഹസാർ 1000. ഹസാർ കൂടിയാൽ എന്താവും? വലുതായി നമ്മൾ കണക്കിലിങ്ങനെ 1 10 100 പറയുന്ന സമയത്ത് 1000 കഴിഞ്ഞിട്ട് പിന്നെ പറയൽ 10000 ആണ്. 10000ന് 100 പറഞ്ഞതുപോലെ തന്നെ ഹസാർ ആവുമ്പോൾ 10,000 10,000. 10,000ന് 10000ന് 10,000. പിന്നെ നമ്മൾ പറയുന്നത് തൊട്ടടുത്ത് പറയുന്നത് എത്രയാ? ലക്ഷം. ലക്ഷത്തിന് ലാഖ്. ലാഖോം ബേഗർ ഹോഗയെ പഠിച്ചില്ലേ? ലാഖോം ബേഗർ ഹോഗയെ. ലാഖ് ലക്ഷം. ജി മനസ്സിലായോ ജി? സംഖ്യ നോക്കണ സമയത്ത് ലക്ഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് 10 ലക്ഷം. 10 ലക്ഷത്തിന് നമ്മൾ 10000 ഒക്കെ പറഞ്ഞ പോലെ തന്നെ എന്തു പറയണം? 10 ലാഖ്. 10 ലാഖ് 10 ലക്ഷം. ഉസ്കെ ബാദ് അതിനുശേഷം കരോഡ്. കരോഡ് കോടി. കരോഡ് കോടി. പിന്നെ 10 കോടി 10 കരോഡ്. ഇസീ തര ഇതുപോലെയാണ് നമ്മൾ വായിക്കുക.
മനസ്സിലായല്ലോ? ജി. ഇനി ഒരു സംഖ്യയുടെ ഏറ്റവും താഴേക്കിടയിലേക്ക് പോവാം. 0 കഴിഞ്ഞാൽ നേരിട്ട് 1 പോകുന്നത്. 0 കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചില സമയത്ത് 0 ആണെങ്കിൽ സാധാരണ നമ്മൾ പിന്നെ കടയിൽ പോവുകയാണ്. കടയിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് മിർച്ച് വേണം, മുളക് വേണം. മുളക് നമ്മൾ 1 കിലോ ഒന്നായിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കൂല അല്ലേ? കുറേ അവിടെ ചിലപ്പോൾ 200 ഗ്രാം 200 ഗ്രാം, അതല്ലെങ്കിൽ 1/4 കിലോ അല്ലേ? 1/4 കിലോന് ഉറുദുവിൽ എന്താ പറയുക? കാല് പാവ് എന്നാണ് പറയുക. പാവ് കാല്. പാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുറച്ച് ഉപ്പേരിക്കൊക്കെ ഉള്ള സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി കൂടുതൽ വാങ്ങും അല്ലേ? 1/4 കിലോ പോരാ, ഒന്നുകൂടി ഒന്ന് കൂട്ടി വാങ്ങും. എന്താ 1/2 കിലോ വാങ്ങും. അരക്ക് എന്താ പറയുക? അരക്ക് ആധാ കിലോ എന്നാണ് പറയുക. ആധാ കിലോ. ആധയുടെയും 1ൻ്റെയും ഇടയ്ക്ക് വേറൊരാൾ കൂടിയുണ്ട്. ആധയും പാവും കൂടിയത്, അഥവാ അരയും കാലും കൂടിയ എത്രയാ? USS അല്ല, അതും പഠിക്കാലോ. എത്രയാ? 3/4 അല്ലേ? 3/4 ഉറുദുവിൽ എന്താ പറയുക? പൗന. എന്താ പറയുക? പൗന എന്ന് പറഞ്ഞാൽ 3/4, കാലും അരയും ചേർന്ന് പൗനയായി മാറും. പൗന 3/4 കഴിഞ്ഞ് അതിലേക്ക് പാവും പാടി കൂട്ടിയാൽ 4 ഭാഗം കൂടി കൂട്ടിയാൽ 1 അല്ലേ? ഇനി നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പോൾ 1 കിലോനൊന്നും പോരാ. അപ്പോൾ എന്ത് വേണ്ടി വരും? കുറച്ചുകൂടി കൂട്ടിയാൽ 1.5 കിലോ വേണ്ടി വരും. 1.5 കിലോ. 1.5ക്ക് പറയൽ ഡേഡ് 1.5. 2 കിലോ 2. ഢായി 2.5. പിന്നെ അതിന് ശേഷം അങ്ങോട്ട് തീന് 3 ഇനി 3.5, 4.5, 5.5 ഒക്കെ ആക്കണമെങ്കിൽ സിമ്പിൾ. ആ അക്കത്തിൻ്റെ തൊട്ട് മുമ്പ് സാഡേ എന്ന് കൊടുക്കുക. സാഡേ 3 3.5, സാഡേ 4 4.5, സാഡേ 5 5.5. അപ്പോൾ 10.5 എന്നുള്ളതിന് എന്ത് എന്തായിരിക്കും? സാഡേ 10 എന്നാണ് 10.5ക്ക്. അങ്ങനെ ഏത് സംഖ്യയാണെങ്കിലും അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക? സാഡേ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇനി देखो अब कौन सा साल है? ഇപ്പം ഏതാ വർഷം ഏതാ? എങ്ങനെ പറയും? 2000 2020 100 വർഷം കൂടുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയും? എന്താ പറയുക മലയാളം? 100 വർഷം കൂടിയാൽ അതിനെന്ത് പറയും? നൂറ്റാണ്ട് എന്ന് പറയും അല്ലേ? നൂറ്റാണ്ടിന് ഉറുദുവിൽ എന്താ പറയുക? അറിയില്ല. സതി എന്നാണ് പറയാം. സതി. 20वीं സതി 20-ാം നൂറ്റാണ്ട്. 21वीं സതി 21-ാം നൂറ്റാണ്ട്. സതി നൂറ്റാണ്ട്. നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കൂടി ചേർന്നതാണ് അല്ലേ? ഒരുപാട് വർഷങ്ങൾ, 100 വർഷങ്ങൾ കൂടി ചേർന്നതാണ്. ഏക്ക് സാൽ മേ കിത്തനെ മഹീനെ ഹോത്തെ ഹെ? ഒരു ചോദ്യമാണത്. വരാം. ഏക്ക് സാൽ മേ കിത്തനെ മഹീനെ ഹോത്തെ ഹെ? ഇനി ഞങ്ങൾ മുഴുവൻ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട, ഗിൻതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഏക്ക് സാൽ മേ കിത്തനെ മഹീനെ ഹോത്തെ ഹൈ? എത്രയാ? ഉറുദുവിൽ പറയും 12. എത്ര? 12. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. 12 എന്ന് ചിലപ്പോൾ ഇവിടെ അക്കത്തിലാണ് കൊടുക്കുക. എന്തിലാണ് കൊടുക്കുക? അക്കത്തിലാണ് കൊടുക്കുക. അപ്പോൾ അക്കത്തിൽ കൊടുക്കുമ്പോൾ അവിടെ 12 ഉണ്ടാവും, 21 ഉണ്ടാവും. 12 ഉണ്ടാവും, 21 ഉണ്ടാവും. അപ്പോൾ നമ്മൾ അക്കത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയില്ലെങ്കിൽ 12 നമ്മൾ ഉദ്ദേശിച്ച് 12 ആയിരിക്കും. പക്ഷെ നമ്മൾ ടിക്ക് ഇടുന്നത് പിന്നെ ബബിൾ ചെയ്യുന്നത് ചിലപ്പോൾ 21 മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുമ്പോൾ അവസാനത്തെ അക്കം വലതു ഭാഗത്താണ് വരിക. നമ്മൾ മലയാളം എഴുതുന്നത് പോലെ ആ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ അക്ഷരം 1 ലെഫ്റ്റ് സൈഡിലും
2 ഇപ്പുറത്തത് 12 എന്ന് എഴുതുന്നത് ഈ രീതിയിലാണ്. देखा है आप നോക്കിയില്ലേ? അപ്പോൾ एक साल में 12 महीने है. एक महीने में कितने दिन होते हैं? എത്ര ദിവസം ഉണ്ടാവും? हाँ जी 30 होते हैं. 31 होते हैं. ഫെബ്രുവരിയിൽ 30 ഉണ്ടാവില്ല, 31 ഉണ്ടാവില്ല, 31 ഉണ്ടാവില്ല. എത്രയാ 29 അല്ലേ? 29 അല്ലെങ്കിൽ 28 होते हैं. एक दिन में कितने घंटे होते हैं? ഒരു ദിവസത്തിൽ എത്ര ഘണ്ടയാണ് ഉണ്ടാവുക? ഘണ്ട മണിക്കൂർ. എത്ര മണിക്കൂറാ? അത് മാറ്റമില്ല അല്ലേ? ഫെബ്രുവരി മാറുന്ന പോലെ സമയത്തിന് അവിടെ മാറ്റമില്ല. എത്രയാ? 24 4 20 24. കുട്ടി എഴുതുമ്പോൾ 24 എന്നാണ് വരിക. ഓക്കെ, 24 മണിക്കൂറാണ് ഉണ്ടാവുക. ഏക്ക് घंटे में कितने मिनट है? एक घंटे में 60 मिनट है. घंटे में 60 60 മിനിറ്റാണ് ഉള്ളത്. ഇനി നമുക്ക് എണ്ണം ഉത്തരമായി വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ USS പരീക്ഷയ്ക്കും ടാലൻറ്റ് പരീക്ഷയ്ക്കും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റിൻ്റെ സ്കൂൾ തല മത്സരങ്ങൾ മുതൽ സബ് ജില്ല, ജില്ല, സംസ്ഥാന തല മത്സരം വരെയുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഗിൻതിയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നന്നായി പഠിക്കുക. എല്ലാവർക്കും USS പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ USS പരീക്ഷയ്ക്കും അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. മാവേലി സ്റ്റോർ में 1 किलो चावल के लिए 25 रुपये है. 2 किलो के लिए कितने रुपये होंगे? ऑप्शन A 40, ऑप्शन B 50, ऑप्शन C 30, ऑप्ഷൻ D 20. USS എക്സാം ഫെബ്രുവരി 2020 ചോദിച്ച ചോദ്യമാണ്. മാവേലി സ്റ്റോറിൽ 1 കിലോ ചാവൽ 1 കിലോ ചാവലിന് 25 രൂപയാണ്. 25 25 രൂപയാണ്. 2 കിലോ കേലിയെ 2 കിലോ ചാവലിന് എത്ര വിലയാകും എന്നതാണ് ചോദ്യം. ഈ ചോദ്യം നാം ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. 25 50 എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ 25 25 2 കിലോ ആകുമ്പോൾ ഓപ്ഷൻ ബി 50 എന്നതാണ് ഉത്തരം. മറ്റൊരു ചോദ്യം, एक कलम का दाम 15 रुपये है तो 2 कलम के लिए कितने रुपये है? ऑप्शन ए 20, ऑप्शन बी 19, ऑप्शन सी 30, ऑप्शन डी 40. USS എക്സാം ഫെബ്രുവരി 2019 ചോദിച്ച ചോദ്യമാണ്. ഒരു കലമിന് വില 15 രൂപയെ. 15 എന്ന് പറഞ്ഞാൽ 15 രൂപയാണെങ്കിൽ 2 കിലോക്ക് എത്ര രൂപയായിരിക്കും എന്നതാണ് ചോദ്യം. 0, 10, 20, 30 എന്നിങ്ങനെ സംഖ്യാശ്രേണി നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 15 × 2 അഥവാ ഒരു കലമിൻ്റെ വില 15 രൂപയാണെങ്കിൽ 2 പേനയുടെ വില 30 രൂപയായിരിക്കും. ഇവിടെ 30 എന്നതിൻ്റെ ഉറുദു ഓപ്ഷൻ ജി ഹാ ഓപ്ഷൻ സി 30. ഓപ്ഷൻ സി 30 30 എന്നതാണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം, बाजार में 1 किलो टमाटर के लिए 21 रुपये है तो 2 किलो टमाटर के दाम कितने हैं? ऑप्शन ए 42, ऑप्शन बी 45, ऑप्शन सी 43, ऑप्शन डी 50. അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് ജില്ലാതല മത്സരം 2018 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചോദിച്ച ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇവിടെ 1 കിലോ തക്കാളിക്ക് 21 രൂപയാണ് എന്ന് കണ്ടു. അപ്പോൾ 2 കിലോ തക്കാളിക്ക് 42 രൂപയാണ് വരിക. 2 കിലോക്ക് 42 ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പ്രശ്നം 42ൻ്റെ
പദമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 42ൻ്റെ പദം എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാം? 40 കഴിഞ്ഞിട്ടാണ് 42. അപ്പം 40ൻ്റെ ഉറുദു എന്താണെന്ന് നോക്കാം. 40ൻ്റെ ഉറുദു നാം നേരത്തെ പഠിച്ചു, ചാലീസ്. ചാലീസ് ആയതുകൊണ്ട് തന്നെ 41, 42, 43 ഈ രീതിയിൽ വരുന്ന അക്കങ്ങളുടെ അവസാനം ലീസ് എന്നായിരിക്കും. ഓക്കെ, അവസാനം ലീസ് എന്നായിരിക്കും. ലീസ് ആവുന്ന സമയത്ത് ഇനി നമുക്ക് രണ്ട് നമ്മൾ 12 എങ്ങനെയാണ് പറയുക? 11 കഴിഞ്ഞിട്ട് 12 എന്നാണ് പറയുക. ഓക്കെ, ബീസ് കഴിഞ്ഞിട്ട് ബീസ് 20. അപ്പോൾ 21-ന് അവസാനിപ്പിക്കുന്നത് ഈസായിട്ടായിരിക്കും. ഇക്കീസ്, ബായിസ് അങ്ങനെയാണ്. അവിടെയും 12 പറഞ്ഞ പോലെ തന്നെ ബായിസ്. 30-ന് ഉറുദുവിൽ പറയാം തീസ് എന്നാണ്. അപ്പോൾ 31-ന് ഇക്തീസ്. അപ്പോൾ അത് 31, 32, 33 അവസാനിക്കുന്നത് തീസ് വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ 40-ന് ചാലീസ് ആയതുകൊണ്ട് ഇക്യാലീസ്, ബയാലീസ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓപ്ഷനിൽ നല്ലപോലെ നോക്കുക. നല്ലപോലെ നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ നമ്മൾ 12, 12, 22-ന് ബായിസ്, 32-ന് ബൈന്ദീസ്. ഓക്കെ, അപ്പോൾ 42-ന് ബയാലീസ്. ഇവിടെ 42 എന്നതിൻ്റെ ഉത്തരം ബയാലീസ് എന്നാണ് കിട്ടുക. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ചെറിയ മാറ്റം വരുന്നത് 50-ൻ്റെ വിഷയത്തിലാണ്. 50-ന് 50 എന്നാണ് പറയുക. പിന്നെ ഇക്സാസ് എന്നല്ല 51-ന് പറയുന്നത്. ഇക്സാസ് എന്നല്ല, 51, 52 എന്ന രീതിയിലാണ് പറയുന്നത്. 51, 52 അത് ശരിക്കും പഠിക്കണം. അതോടൊപ്പം പിന്നെ വരുന്നത് ലാസ്റ്റ് പെൻ ആണ്. ഓക്കെ, 55 എന്ന് പറഞ്ഞാൽ 55, ചപ്പൻ 56, പൻ എന്ന രീതിയിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു ചോദ്യം നോക്കാം. 1 किलो टमाटर के लिए 30 रुपये है, 2 किलो टमाटर के लिए कितने रुपये है? ऑप्शन ए 50, ऑप्शन बी 60, ऑप्शन सी 70, ऑप्ഷൻ ഡി 40. സ്റ്റേറ്റ് ഇക്ബാൽ ടാലന്റ് ടെസ്റ്റ് 2019 5ാം ക്ലാസ്സുകാർക്ക് ചോദിച്ച ചോദ്യമാണ്. 1 കിലോ തക്കാളിക്ക് 30 രൂപയാണെങ്കിൽ 2 കിലോ തക്കാളിക്ക് എത്ര രൂപയായിരിക്കും എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 50 50 അല്ല, ऑप्शन बी 60 60 ശരിയായ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 प्याले का दाम 8 रुपये है, तो 2 प्याले का दाम कितना होगा? ഒരു പ്യാലയുടെ, ഒരു കപ്പിൻ്റെ വില എന്ന് പറയുന്നത് 8 രൂപയെ ഹെ. 8 രൂപയാണെങ്കിൽ 2 പ്യാലയുടെ വില എത്രയാണ് എന്ന ചോദ്യം. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 16. ജില്ലാ ടാലൻറ്റ് ടെസ്റ്റ് 2019-20 6ാം ക്ലാസ്സുകാർക്ക് ചോദിച്ച ചോദ്യമാണ്. ഉത്തരം 1 മുതൽ 20 വരെ പഠിച്ചാൽ സിമ്പിളാണ്. ഇവിടെ ഓപ്ഷൻ എ 10 10 അല്ല, ഓപ്ഷൻ ബി 20 20 അല്ല, ഓപ്ഷൻ സി 15 15 അല്ല, ഓപ്ഷൻ ഡി 16 16 രൂപയാണ് ഇവിടെ ശരിയായ ഉത്തരം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തുടർന്നുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള ചോദ്യം നമുക്ക് നോക്കാം. ലഫ്സ് ഇസ്തിഖ്ബാൽ में कितने हुरूफ है? ऑप्शन ए 9, ऑप्शन बी 8, ऑप्शन सी 7, ऑप्शन डी 6. USS എക്സാമിനേഷൻ ഫെബ്രുവരി 2019 ചോദിച്ച ചോദ്യമാണ്. ഇസ്തിഖ്ബാൽ എന്നതിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട്? 9 അല്ല, 8 അല്ല, 6 അല്ല, ഓപ്ഷൻ സി 7. ഇസ്തിഖ്ബാൽ എന്നത് ഓരോന്ന് അക്ഷരങ്ങൾ വേറിട്ടെഴുതിയാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഓപ്ഷൻ സി 7. മറ്റൊരു ചോദ്യം. ലഫ്സ് ഖൂബ്സൂറത്ത് മേ കിത്തനെ ഹുറൂഫ് ഹെ? ഖൂബ്സൂറത്ത് എന്ന പദത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 9. സ്റ്റേറ്റ് ഇക്ബാൽ ടാലന്റ് ടെസ്റ്റ് 2018 6ാം ക്ലാസ്സുകാർക്ക് ചോദിച്ച ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ലഫ്സ് ഹിന്ദുസ്ഥാൻ മേ കിത്തനെ ഹുറൂഫ് ഹെ? ഹിന്ദുസ്ഥാൻ എന്ന പദത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 8 8, ഓപ്ഷൻ സി 7 7, ഓപ്ഷൻ ഡി 6. എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കണം. ഇത് സംസ്ഥാന ഇക്ബാൽ ടാലന്റ് ടെസ്റ്റ് 2018 7ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. മറ്റൊരു ചോദ്യം നോക്കാം. ലഫ്സ് കബൂത്തർ മേ കിത്തനെ ഹുറൂഫ് ഹെ? കബൂത്തർ എന്നതിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. ജില്ലാ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റ് 2019-20 6ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും പദത്തിൽ ഷദ്ദുണ്ടെങ്കിൽ
ഏതെങ്കിലും അക്ഷരത്തിന് മുകളിൽ ഷദ്ദുണ്ടെങ്കിൽ ആ അക്ഷരം രണ്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. സാധാരണഗതിയിൽ ചോദ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും കൂട്ടുകാർ ശ്രദ്ധിക്കുക, അമ്മി എന്ന പദം എഴുതുമ്പോൾ മീമിന് മുകളിൽ ഷദ്ദിടാറുണ്ട്. ഷദ്ദ് കൊണ്ട് അർത്ഥമാക്കുന്നത് മീമ് 2 തവണ അവിടെ ആവർത്തിക്കുന്നു എന്നതാണ്. അലിഫ്, മീമ്, യാ. ഇവിടെ 4 അക്ഷരങ്ങൾ അമ്മി എന്ന പദത്തിലുണ്ടെന്ന് പ്രത്യേകം ഓർക്കുക. മറ്റൊരു തരത്തിലുള്ള ചോദ്യം, ദസ്, ബീസ്, തീസ്, ഡാഷ്. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 44. USS എക്സാം 2019 ഫെബ്രുവരിയിൽ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ സംഖ്യാശ്രേണിയാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സംഖ്യാശ്രേണി പൂർത്തീകരിക്കാനുള്ള ഇവിടുത്തെ ചോദ്യം ദസ് 10, ബീസ് 20, തീസ് 30. അങ്ങനെയെങ്കിൽ 40-ന് 40 എന്നാണ്. ഇതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യം, 8, 7, 6 ഡാഷ്. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 3. സ്റ്റേറ്റ് ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് 2018 5ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ സംഖ്യാശ്രേണി വരുന്നത് 8, 7, 6. അങ്ങനെയെങ്കിൽ തൊട്ടടുത്തത് ഓപ്ഷൻ ബി 5 ആയിരിക്കും. വെരി ഗുഡ്, 5 ആണ്. ഓക്കെ. ചാർ കെ ബാദ് ഡാഷ്. ബാദ് എന്ന് പറഞ്ഞാൽ 4-ന് ശേഷം ഡാഷ്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. ജില്ലാ ടാലൻറ്റ് ടെസ്റ്റ് 2018 5ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. ചാർ കെ ബാദ് 4-ന് ശേഷം ജി. ഓപ്ഷൻ ഡി 5 എന്നതാണ് ഉത്തരം. തർത്തീബ് സെ ലിഖിയെ 21, 22 ഡാഷ് 24. ഇവിടെ ക്രമപ്രകാരം എഴുതുക എന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും സംഖ്യാശ്രേണിയാണ്. 21 നേരത്തെ പറഞ്ഞു, ബീസ് ആയതുകൊണ്ടാണ് 21 വന്നത്, 22 വന്നത്. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് സ്വാഭാവികമായിട്ടും 3 ആയതുകൊണ്ട് തേ കൊണ്ട് തുടങ്ങുന്നത് ഇതിൽ ഓപ്ഷൻ ബി 23 എന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ബി 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖാലി ജഗ പൂരാ കീജിയെ 10, 9, 8 ഡാഷ് 6, 5. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 3. സബ് ജില്ലാ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് 2019 5ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ 10, 9, 8 കഴിഞ്ഞിട്ട് താഴോട്ടാണ് പോകുന്നത്, 7 ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11, 12. നെക്സ്റ്റ് എന്തായിരിക്കും എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 13. ജില്ലാ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് 2019 20 7ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. 11, 12 കഴിഞ്ഞാൽ ഉത്തരം 13. ഓപ്ഷൻ മറ്റു ചില ചോദ്യങ്ങൾ, ഗ്രൂഹ് മേ നാമുനാസിബ് ലഫ്സ് ഹെ. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 14. 2018 ഫെബ്രുവരിയിൽ നടന്ന USS എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണിത്. ഗ്രൂഹ് മേ നാമുനാസിബ് ലഫ്സ് ഹെ. ഗ്രൂപ്പിൽ മുനാസിബല്ലാത്തത്, യോജിക്കാത്തത് ഏതാണ് എന്ന ചോദ്യമാണ്. ഇവിടെ 12 എന്നാൽ 12 ആണ്, 13 എന്നാൽ 13 ആണ്, 14 എന്നാൽ 14 ആണ്. എന്നാൽ പൗദ എന്നത് ഒരു അക്കമല്ല. അക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ഈ ചോദ്യത്തിന് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, തൊട്ടടുത്ത ചോദ്യം കൂടി നമുക്ക് പരിശോധിക്കാം. നാമുനാസിബ് ലഫ്സ് कौन सा है? नामुनासिब लफ्ज़ कौन सा है? ऑप्शन ए बचपन, ऑप्शन बी छप्पन, ऑप्शन सी लड़कपन, ഓപ്ഷൻ ഡി അഥേഡ്പൻ. 2015 2017 USS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ഇവിടെയും കൂട്ടത്തിൽപ്പെടാത്തത് ആരാണ് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കം കൃത്യമായി മനസ്സിലായ 1 മുതൽ 100 വരെയൊക്കെ അക്കങ്ങൾ അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ചോദ്യം വളരെ എളുപ്പമാണ്. ഇതിൽ 3 എണ്ണം ഇൻസാനി ജിന്ദഗിക്ക് മുഖ്തലിഫ് മറാഹിലാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ്. ബച്പനും ലഡ്കപ്പനും അഥേഡ്പനും. ബച്പൻ എന്ന് പറഞ്ഞാൽ ശൈശവകാലവും, ലഡ്കപ്പൻ എന്ന് പറഞ്ഞാൽ ബാല്യകാലവും, അഥേഡ്പൻ എന്ന് പറഞ്ഞാൽ മധ്യവയസ്കർ. ഈ 3 ഘട്ടങ്ങളാണ് ഇൻസാനി ജിന്ദഗിക്ക് മുഖ്തലിഫ് മറാഹിൽ. പിന്നെ ജവാനിയുണ്ട്, ബുഡാപ്പയുണ്ട്. എന്നാൽ ഇവിടെ ഓപ്ഷൻ ബി ഛപ്പൻ എന്ന് പറയുന്നത് 56 ആണ്. അടുത്ത ചോദ്യം, റുബായി മേ കിത്തനെ മിസ്ര ഹോത്തെ ഹൈ?
റുബായി എന്ന പദ്യവിഭാഗത്തിൽ എത്ര വരികളാണ് ഉണ്ടാവുക? ഓപ്ഷൻ എ ഏക്, ഓപ്ഷൻ ബി ദോ, ഓപ്ഷൻ സി തീൻ, ഓപ്ഷൻ ഡി ചാർ. സ്റ്റേറ്റ് ഇക്ബാൽ ടാലന്റ് ടെസ്റ്റ് 2018 7ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. റുബായി എന്നതിൽ 4 വരികളാണ് ഉണ്ടാവുക. ഓപ്ഷൻ ഡി ചാർ. അടുത്ത ചോദ്യം, ഹമാരി കൗമി ജെൻഡേ കോ കിത്തനെ റംഗ് ഹെ. ഇത് റംഗുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. സബ്ജില്ലാ തല ഇഖ്ബാൽ ടാലന്റ് ടെസ്റ്റ് 2018 6ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ഹമാരി കൗമി ജണ്ടയിലുള്ള നിറങ്ങളുടെ എണ്ണം ഓപ്ഷൻ സി തീൻ ആകുന്നു. ഇതുപോലെ നമ്മൾ ആവർത്തിച്ച ഒരു ചോദ്യമാണ് ധനക് മേ കിത്തനെ റംഗ് ഹെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വിശദീകരിച്ചു പഠിച്ചതാണ്. ധനക് മേ കിത്തനെ റംഗ് ഹെ. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 10. ജില്ലാ ടാലന്റ് ടെസ്റ്റ് 2019-20 5ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യം. മറ്റൊരു വിഷയവും കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ. ഖുദ ഹാഫിസ്.